ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു കറക്കൽ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വെറുതെ പെരക്കിയിരിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു പോരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഷുവർ, എവിടേക്കാണെന്ന് വെച്ചപ്പോൾ അങ്ങനെ എവിടെയൊക്കെ പോയി പോകുന്നതാണ്. അപ്പോൾ അവരെ പേരൻ്റെ അടുത്തുള്ള കുറച്ചുള്ള ഹിഡൻ പ്ലേസിലേക്കാണ് പോകുന്നത്. ഹിഡൻ പ്ലേസ് എന്ന് പറഞ്ഞ് അങ്ങനെ ഹിഡൻ പ്ലേസൊക്കെ തോന്നില്ല എനിക്ക്, അവിടെ ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് പോയതാണ് ഹിഡൻ പ്ലേസ്. അപ്പോൾ ഇതിൽ പോകുന്ന ഒരു വഴിയാണ്. എനിക്ക് ഏത് വഴിയെന്ന് എനിക്കറിയില്ല. സ്ഥലത്തൊന്നും ഒരു പേരേ ഇതുവരെക്കും മനസ്സിലായിട്ട്, എത്രോട്ടും പോയാൽ എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഇത് നല്ല പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടി. നല്ല ഗ്രാമീണ പ്രദേശം നോക്കൂ, നല്ല പ്രദേശമല്ലേ. എനിക്കിടെ ഇതിലേ പോയിട്ട് നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു. എവിടെ നോക്കിയാലും നെല്ലും പച്ചപ്പും ഒരു ഗ്രീൻ പ്ലേസ്. എനിക്കാണെങ്കിലോ ഈ ഒരു സ്ഥലം കണ്ടിട്ടാകുമ്പോൾ അങ്ങ് ഇറങ്ങി നടക്കാനാണ് തോന്നിയത്. കാരണം നല്ല സ്ഥലമല്ലേ. അപ്പോൾ ഇറങ്ങി നടന്നിട്ടാകുമ്പോൾ ഓരോ കാഴ്ചകൾ നമുക്ക് നിന്ന് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. എല്ലാവരും ഇവിടെ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് നെല്ലൊക്കെ നടുകയായിരുന്നു. അപ്പോൾ പണ്ടത്തെ കാലം എങ്ങനെയായിരുന്നു, തലക്കൊരു പാളയും കെട്ട് ഒരു മുണ്ടും ഇട്ടിട്ടല്ല ഈ നെല്ലൊക്കെ നടല്. അപ്പോൾ കാലം പോയൊരു പോക്കെ. അപ്പോൾ ആ വെള്ളം ഒരു ഭയങ്കര ഒഴുക്കുള്ള വെള്ളമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറയുന്നു പണ്ടൊക്കെ നമ്മൾ ഇവിടെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നൊസ്റ്റോയിലടിച്ചു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് പോയി അതിൻ്റെ അകത്തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്റ്റോപ്പാക്കി ജസ്റ്റ് ഒന്ന് ഇരുന്ന് കണ്ടു. അപ്പോൾ എനിക്കൊരു മോഹം ഇറങ്ങി നടന്നാലോ എന്ന്. അപ്പോൾ നല്ല മഴയെ ചാൻസ് ഉണ്ട്. അതായത് ചായച്ചേർന്ന് നടക്കണ്ട. അപ്പോൾ എനിക്ക് നടക്കണം. പണ്ടേ ഈ പറഞ്ഞ കേൾക്കുന്ന സ്വഭാവം എനിക്കില്ല, എന്നാലും ഒരു സുഖം നടക്കാൻ. അങ്ങനെ മറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അടുത്തൊരു ഹിഡൻ പ്ലേസിൻ്റെ അടുത്തേക്ക് പോകാമെന്ന്. അപ്പോൾ എൻ്റെ ക്യാമറയിൽ ഫുള്ള് വെള്ളമാണ്, മഴയായതുകൊണ്ട് ഇടയ്ക്ക് മഴ വന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പോലത്തെ ഒരു തട്ടുകടയിൽ സൈഡ് നിന്നിട്ട് ചായ കുടിക്കണം, നല്ല ഫോട്ടോ എടുക്കണം. എവിടെ കിട്ടും നല്ല ഭർത്താവ്. അപ്പോൾ ശരിക്കുള്ളൊരു ഹിഡൻ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. മതുപോലെ പെയ്ത മഴയേ എനിക്ക് കൂടി. അപ്പോൾ ഇതായിരുന്നു ഹിഡൻ പ്ലേസ്. അപ്പോൾ എനിക്കിത് ഹിഡൻ പ്ലേസ് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ ഈ ഒരു വെള്ളം എന്ന് വെച്ചെങ്കിലേ ആടെ നാട്ടിലെല്ലാം പെരുമാമിനെ കിട്ടിയെങ്കിൽ ആ പെരുമാമിനെ വന്ന് ഇളക്കുന്ന സ്ഥലമാണ് ഇത്. ഈ പുഴ വന്നിട്ടുള്ള പുഴയെ പറ്റി പറയില്ലേ, എന്തോ പറയില്ലേ, വെള്ളം. അപ്പോൾ ഇത് എന്ന് വെച്ചെങ്കിൽ തട്ടുകടയായിരുന്നു. അപ്പോൾ തട്ടുകട വെച്ചെങ്കിൽ ചായ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു പീടിയ മാതിരി. അങ്ങനെ ആടെ തയ്ച്ച കയറി ഞങ്ങൾക്ക് മുട്ടായിക്ക് വാങ്ങി തമ്മാടെ നിന്ന് കീഞ്ഞു. അങ്ങനെ ഇത് പോകുന്നൊരു വഴിയാണ്, നല്ല പാങ്ങുണ്ടായി കേട്ടോ. അപ്പോൾ ഒരു ഭയങ്കര വ്യൂ ആണ്. നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ പോകുമ്പോഴേ ഭൂമി എത്ര സുന്ദരം അല്ലേ. അതന്നെ ഭൂമി എത്ര സുന്ദരം. ഭൂമിയും മാനവും കൊണ്ട് മൂടിയോ നീലാകാശം. സോ ഞങ്ങൾ അന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറൊരു സ്ഥലമാണ്, പെരുന്നാക്കോടി എന്ന് പറയും. എന്തിനാണ് എന്നെ വണ്ടിക്കോട്ടേക്ക് കൊണ്ടുവന്നിന്? ശവത്തിനുള്ള കുഴഞ്ഞ നോക്കി ശവം മുതിശകളൊക്കെ അവർ കണ്ടല്ല. ഇത് കമ്പോട് കടലിൽ. അപ്പോൾ ആ ഒരു പ്ലേസ് വന്നിട്ടുള്ളത് എന്തായെന്ന് പറയുമോ, ഈ ശവം കത്തിക്കുന്ന പുര ഉണ്ടാവുമല്ലോ, ശവം ഇങ്ങനെ കത്തിച്ചിട്ട് അടവത്തിൽ, അങ്ങനത്തെ പ്ലേസ് ആയിരുന്നു. എന്നോട് പറയാതെ കൊണ്ടുപോയത്. പറഞ്ഞെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോയില്ല. എന്നൊക്കെ ഭയങ്കര പേടിയാണ്. ഈ പ്രേതങ്ങളെ പിശാചിനെ ശൈത്താനിലെ ഭയങ്കര പേടിയാണ്. പിന്നെ അങ്ങനെ ആദ്യം കയ്യിലേ പോകും. അപ്പോൾ ഈ സ്ഥലത്തെല്ലാം ചോദിക്കായിരുന്നു അതിലേ പോയത്. പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവരെ പണ്ടൊക്കെ താമസിച്ചൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തേക്ക് പോകാൻ ഈ പേരെ കാണുമ്പോയില്ലേ, മറ്റേത് ഏത് ഓർമ്മയില്ല. പേടിയാന്നൊരു എന്തോരം അന്തരീക്ഷം. ഈടെയാ അവിടെ ₹500 ഏത് കാലത്ത്? ശരി.
അങ്ങനെ അവരെ പഴയ വീഡിയോ ഒക്കെ കണ്ട മറന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബായ്.